വെനിസ്വേലയ്ക്ക് കവചമൊരുക്കാൻ റഷ്യയും ഇറാനും തീരുമാനിച്ചു. ഇതോടെ അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ കീഴടക്കാനും ഭരണമാറ്റം കൊണ്ടുവരാനും സാധിക്കും എന്നുള്ള ആശ്വാസത്തിന് വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുകയാണ്. വെനിസ്വേലയ്ക്ക് നേരെ ഉണ്ടാകാൻ ഈ സാധ്യതയുള്ള ആക്രമണം ഭാവിയിൽ അത് റഷ്യക്കും ഇറാനും തിരിച്ചടിയാകും എന്ന ഒരു സൂചന കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരിക്കുകയാണ്. കാര്യം ഭരണം അട്ടിമറിക്കുക എന്നാണ് ഉദ്ദേശം. അഥവാ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ വെനിസ്വേലയുടെ അകത്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ റഷ്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി യൂറോപ്പ് രാജ്യങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലും സംവിധാനമൊരുക്കാൻ ഒരു പക്ഷേ ഈ മേഖല കീഴടക്കുന്നതോടനുബന്ധിച്ച് ഈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് റഷ്യ വിലയിരുത്തുന്നു. ഇപ്പോഴുള്ള ഏതൊരു രാജ്യത്തിന് നേരെയുള്ള ഇടപെടലുകളും അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയും വലിയ വിഷയം ആകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഇതിനൊരു നിയന്ത്രണം വരുത്താൻ അമേരിക്കയുടെ സൈനികമായിരിക്കുന്ന ഇടപെടലിൻ്റെ തോത് കുറയ്ക്കണമെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം അവർക്ക് നേരെ ഉണ്ടാവണം എന്ന് റഷ്യ മനസ്സിലാക്കുന്നു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സർവാധിപത്യം ലോകത്തിൻ്റെ മേലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിരിക്കുന്ന യുദ്ധം അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശീതസമരം 50 വർഷത്തോളം അവർ ചെയ്തത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ചാണ് സർവാധിപത്യം അമേരിക്കയിലേക്ക് വന്നു ചേർന്നത്. അന്ന് തന്നെ ജപ്പാൻ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അന്നത്തെ സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് സാധ്യമാകാത്ത വിധം കീഴടങ്ങുകയായിരുന്നു ജപ്പാൻ ചെയ്തത്. അതോടെ ജപ്പാനിലുള്ള അമേരിക്കയ്ക്ക് ഒരു ആധിപത്യം അവരവിടെ ഉണ്ടാക്കുകയും അവിടെ നിർമ്മിക്കുകയും ചെയ്തു. 100 കിലോമീറ്ററിലധികമുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ജപ്പാനിലുള്ളത് അമേരിക്കയുടെ കൈവശത്തിലും നിയന്ത്രണത്തിലുമാണ്. ജപ്പാൻ സർക്കാർ അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറ്റുമുട്ടാനോ അതുമായി ബന്ധപ്പെട്ട ശത്രുതാ മനോഭാവം നിലവിലെ സാഹചര്യത്തിൽ ജപ്പാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഏറെക്കുറെ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ചുരുക്കം. അമേരിക്ക ഇടപെടുന്ന കാര്യത്തിലും അമേരിക്ക കീഴടക്കുന്ന കാര്യത്തിലും ഈ വിഷയത്തിലൊക്കെ അമേരിക്കയുടെ നിലപാടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്തതും അമേരിക്ക ഇടപെടുന്നു എന്നതുകൊണ്ടാണ് റഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഈ മേഖലയിലേക്ക് ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത്. ഇപ്പോൾ പോയിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? ഉക്രൈൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 4ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ യുദ്ധം. ഈ യുദ്ധത്തിൽ വളരെ എളുപ്പത്തിൽ യുക്രൈനെ കീഴടക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കുമായിരുന്നു. എന്നിട്ടും അത് നടക്കാത്തതിൻ്റെ പ്രധാന കാരണം അമേരിക്കയുടെ ആയുധങ്ങളും സൈനികമായിരിക്കുന്ന ശക്തികളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സഹായവുമാണ് ഈ മേഖലയിൽ യുക്രൈനെ കീഴടക്കുന്നതിൽ നിന്ന് റഷ്യ പിന്തിരിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. ആ ഒരു സ്ഥിതി ഈ മേഖലയിൽ മാത്രമല്ല സർവ്വ മേഖല ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന വെനിസ്വേല, അതാണ് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത്. പ്രത്യയശാസ്ത്ര വിരുദ്ധത പോലും മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിൽ ഉണ്ട് എന്നതിനാൽ മുതലാളിത്ത രാജ്യമായിരിക്കുന്ന അമേരിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന വെനിസ്വേലയെ ആക്രമിക്കുക എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര വിരുദ്ധതയുടെ ഭാഗമായിട്ട് തന്നെ വിലയിരുത്തുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇറാനാണെങ്കിൽ പ്രത്യയശാസ്ത്ര വിരുദ്ധത തന്നെ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ വിരുദ്ധ ചേരിയിൽ എല്ലാ കാലത്തും നിലയുറപ്പിച്ച രാജ്യമാണ്. ഇവിടെ ഒരു ആധിപത്യമുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇവിടെ പിന്നീട് അമേരിക്കയുടെ എയർബേസ് വരും, സൈനിക ബേസ് വരും, അവരുടെ നിയന്ത്രണത്തിൽ സർക്കാർ വരും. ഇപ്പോൾ ഇറാഖിൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലേക്ക് വരും. ഇറാഖിലിപ്പോൾ 2500 സൈനികരാണ് അമേരിക്കയുടേത് ഉള്ളത് എങ്കിൽ പോലും ആ ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള പ്രദേശത്തിൽ നിന്നാണ് ഇറാനെ ആക്രമിക്കുന്ന സ്ഥിതി പോലും ഉണ്ടാകുന്നത്. ഇറാനെ ആക്രമിച്ചത് അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്തും ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്.
അപ്പോൾ അവർ ആധിപത്യം ഉണ്ടാക്കുകയും കീഴടക്കുകയും ചെയ്തതിന് ശേഷം ആ രാജ്യത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ബോണ്ടർ വെച്ചിട്ടൊരു പ്രദേശം അമേരിക്കയുടെ സ്വന്തമായ രീതിയിലും സ്വതന്ത്രമായ രീതിയിലും അവർ ഉപയോഗിക്കുക സ്വാഭാവികമാണ്. ആ പ്രദേശത്തേക്ക് ഖത്തറിൻ്റെയോ അതല്ലെങ്കിൽ ഇറാഖിൻ്റെയോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ സൈനികർക്ക് പ്രവേശനമില്ല. കാര്യം അത് അവരുടെ രാജ്യമായിട്ടാണ് നിലനിർത്തുന്നത്. സിറിയയിൽ അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. ഈ അറബ് രാജ്യങ്ങളുടെ പരമാവധി രാജ്യങ്ങളിലൊക്കെ അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ ആധിപത്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ആധിപത്യത്തിൽ നിന്ന് പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ ഏതൊക്കെ രാജ്യങ്ങളാണോ ശത്രുതയായിട്ട് അമേരിക്ക തോന്നുന്നത് ആ മേഖലയൊക്കെ ആക്രമിക്കുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും. ഈ ഒരു ഭയമാണ് റഷ്യക്കുള്ളത്. വെനിസുല കീഴടക്കി കഴിഞ്ഞാൽ ഭാവിയിൽ തങ്ങൾക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണത്തിനും അമേരിക്ക മുതിരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക, അഥവാ വെനിസുലയെ സഹായിക്കുക. എല്ലാ തരത്തിലുള്ള സഹായം വെനിസുല ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ സഹായം ചോദിക്കുകയും ഇറാൻ സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സഹായം എന്ന് പറഞ്ഞാൽ മിസൈൽ സഹായമാണ്. അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ കപ്പലിന് നേരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, മിസൈൽ പ്രക്രിയകളാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാട് അമേരിക്കയ്ക്കുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതിനവർ പറയുന്ന കാര്യം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പലിനെ യമനിലുള്ള ഹൂത്തി വിമതർ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയും ആ പ്രദേശം വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ടാവുകയും ചെയ്തത് ഇറാൻ നിർമ്മിതമായിരിക്കുന്ന മിസൈലിൻ്റെ അതിശക്തമായിരിക്കുന്ന പ്രഹരം കൊണ്ടാണ്. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് മധ്യസ്ഥർ മുഖാന്തരം ഒമാൻ്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്ക ചെങ്കടലിൽ നിന്ന് തല ഊരിയത്. സമാന സാഹചര്യങ്ങൾ വെനിസുലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കാത്ത വിധം അമേരിക്ക ഒടിഞ്ഞു പോകും എന്ന് അവർക്ക് തന്നെ പേടിയുണ്ട്. കാര്യം മുമ്പത്തെ പോലെയുള്ള ഇടപെടലിനൊന്നും അമേരിക്ക ഇടപെടുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന രാജ്യങ്ങളൊക്കെ തീരെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇടപെടലുകയും നടപടി വേണമെന്നും എതിർക്കാനും ആളുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വെനിസുല വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയവും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ മേഖല കീഴടക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല, ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം, അവിടുത്തെ പ്രതിപക്ഷത്തെയാണ് ഭരണത്തിൽ ഇരുത്തുന്നത് എങ്കിൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന അമേരിക്കയുടെ സർക്കാർ പോലെ തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരായിരിക്കും. ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക കീഴടക്കി ഭരണമാറ്റം നടത്തിയിരിക്കുന്ന എല്ലാ ഭരണാധികാരികളും പിൽക്കാലത്ത് അമേരിക്കയ്ക്ക് വിധേയരായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമുണ്ട്. റഷ്യ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിൽ നിലപാട് പറയുകയും ഇതിന് ഒരു നടപടി ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വെനിസുലയ്ക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ മിസൈലുകളോ റഷ്യയുടെ ആയുധങ്ങളോ അതിന് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന റഷ്യയും അതോടൊപ്പം തന്നെ ഇറാനും പറഞ്ഞത് പരസ്യ പ്രസ്താവനയായിട്ട് തന്നെ നിലനിൽക്കുന്നു. ചൈന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ റിപ്പോർട്ടായിട്ട് അത് പുറത്തു വന്നിട്ടില്ല. ഏറെക്കുറെ ചൈനയുടെയും ശത്രു അമേരിക്ക തന്നെയാണ് എന്നതിനാൽ ഏതെങ്കിലും ഒരു അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഒരുമിച്ച് കൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഈ മുന്നേറ്റങ്ങൾ, അതായത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ മുന്നേറുന്ന രീതിയോ ഭരണം അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം അമേരിക്കൻ സൈന്യം കടലിടുക്കിൽ വെച്ചിട്ട് അവരുടെ എല്ലാ സർവ്വ മേഖലയും ആക്രമിക്കുന്ന തരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിൽ വന്ന റിപ്പോർട്ട്. ഇത് ഏറെക്കുറെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചതാണ്. റഷ്യ പടയൊരുക്കം നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിരിക്കുന്ന ഹെഡ്ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്.